നമസ്കാരം. എനിക്ക് പറയാനുള്ളത് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് പറയാനുള്ളതിൽ നമ്മോടൊപ്പം മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇനി അദ്ദേഹം തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം പുതിയ മന്ത്രിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് നൽകാനുണ്ട്, എന്തെല്ലാം സന്ദേശങ്ങൾ നൽകാനുണ്ട്, ഒപ്പം മുൻ സർക്കാരിൽ അദ്ദേഹം കാഴ്ചവെച്ച മികച്ച പ്രവർത്തനങ്ങൾ, കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കുമായി കാഴ്ചവെച്ച മികച്ച പ്രവർത്തനങ്ങൾ, കൂടാതെ നിയമത്തെ പറ്റി പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്. ഒരു മൂന്നാം ഊഴം സർക്കാർ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അത് എന്തുകൊണ്ട് സാധിക്കാതെ പോയി. അതെല്ലാം മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിലയിരുത്തുകയാണ്. എനിക്ക് പറയാനുള്ളത് എന്ന പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. താങ്കൾക്ക് ധാരാളം പറയാനുണ്ടാവും, പ്രത്യേകിച്ച് മുൻ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ. വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് താങ്കൾ പടിയിറങ്ങുന്നത്. നമ്മൾ ഒട്ടും ആരും ഈ കേരളം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടാവും എന്നുള്ളത്. മൂന്നാം ഊഴമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല അടക്കം. അതിലേക്ക് വരാം. എന്തൊക്കെ നേട്ടങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് താങ്കൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് പുതിയ സർക്കാർ വരുന്നു, എന്തെല്ലാം നേട്ടങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടായത്? ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. അതെ. 1-ാം ക്ലാസ് വരെ, 10-ാം ക്ലാസ് വരെയോ 12-ാം ക്ലാസ് വരെയോ ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഏതൊരു വിദ്യാർത്ഥിയും അവന് ആ വിദ്യാർത്ഥിയുടെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവൻ്റെ വാസനകളെയും അതുപോലെ അവനാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നത്, അവൻ്റെ താല്പര്യങ്ങളെയും അതുപോലെ തന്നെ അവനാക്കി മാറ്റിയെടുക്കുന്നതിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. തീർച്ചയായും അത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, LKG UKG അത് ഗവൺമെൻറ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോഴ്സല്ല, എങ്കിലും പ്രീ പ്രൈമറി ഗവൺമെൻറ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോഴ്സാണ്. LKGയിലും പ്രീ പ്രൈമറിയിലും 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയോ ഈ സമയത്താണ് ഏറ്റവും നല്ല നിലവാരമുള്ള അച്ചടക്കമുള്ള ഭാവിയിൽ അവൻ പഠിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭാവിയിൽ അവൻ കൈകാര്യം ചെയ്യേണ്ട രീതികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നല്ല പഠനം കൊടുക്കേണ്ട ഒരു അടിത്തറ വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അടിത്തറ വരുന്നതും എന്ത് വേണം, എന്ത് വേണ്ട, എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു ആത്മവിശ്വാസവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലാണ്. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് ആ കാര്യം ഒന്നും കണക്കിലെടുക്കാതെ, കുട്ടിയുടെ അഭിരുചി നോക്കാതെ, കുട്ടിയുടെ താല്പര്യങ്ങൾ നോക്കാതെ, കുട്ടിയുടെ അക്കാഡമിക് താല്പര്യങ്ങൾ നോക്കാതെ, നോൺ അക്കാഡമിക് താല്പര്യങ്ങൾ നോക്കാതെ എന്തും രക്ഷകർത്താക്കൾ കുട്ടിയുടെ മേലടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതി ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ചികിത്സിക്കാൻ അറിഞ്ഞൂടാത്ത ഒരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണോ അതേപോലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ടാവും. അങ്ങനെ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് അല്ല, കുട്ടിയെ തിരിച്ചറിഞ്ഞുകൊണ്ടല്ല കുട്ടിയെ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, അയൽവക്കത്തെ കുട്ടി എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് ഇപ്പുറത്തെ കുട്ടിയെ നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുന്നത്. അതേപോലെ തന്നെ വേണമെന്നുള്ളതാണ്. ഞാനിവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ ആദ്യമായി ഉള്ള ഞാൻ വിദ്യാർത്ഥി
പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ തന്നെ മെച്ചപ്പെട്ട നിലയിൽ ഒരു രക്ഷകർത്താക്കളുടെയും അതുപോലെ കുട്ടികളുടെയൊക്കെ തന്നെ ആകർഷിക്കപ്പെടുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. നമ്മുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമേ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കേരളത്തിൽ 14,000-ഓളം വരുന്ന സ്കൂളുകൾ പിന്നെ പ്രവർത്തനം നടത്തുന്നുണ്ട്. 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന അധ്യാപകരും അനധ്യാപകരും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു അടിസ്ഥാന സൗകര്യം ഉണ്ടാവണം. അപ്പോൾ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തന്നെ, പിണറായി ഗവൺമെൻറ് തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിരുന്നു. 2016 തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ 2002 പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ ഞാൻ ചുമതലയെടുത്തതിന് ശേഷം ഉള്ള ഈ 5 വർഷക്കാലം കൊണ്ട് 2021 അതെ 5 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. ഹൈടെക് ആക്കി. 45,000-ഓളം വരുന്ന ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കി. 45,000-ഓളം വരുന്ന ഹൈടെക് ആക്കി. എന്ന് മാത്രമല്ല, കോവിഡ് അങ്ങനെ അതിൻ്റെ പീരീഡ് അവസാനിക്കുന്ന സമയത്താണല്ലോ ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. അന്ന് പരീക്ഷ നടത്തുന്നതും ക്ലാസ് എടുക്കുന്നതും ഒക്കെ തന്നെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ കേരളത്തിലും ലോകത്തിലുമെമ്പാടും പിന്നെ ഫൈനൽ പരീക്ഷകൾ ക്യാൻസലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് പിന്നെ കുട്ടികൾക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ് കൊടുക്കുകയും ഓൺലൈൻ ആക്കുകയും എന്ന് മാത്രമല്ല വിദ്യാഭ്യാസം തടസ്സപ്പെടാത്ത രീതിയിൽ ഓൺലൈൻ ആക്കുകയും അത് തന്നെ പരീക്ഷ നടത്തുന്ന സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠ ഉണ്ടായിരുന്നു രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടമ്പ എന്ന് പറഞ്ഞാൽ അവർക്ക് SSLC പരീക്ഷ അല്ലെങ്കിൽ CBSE പരീക്ഷ കടന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. ഇത് നമുക്ക് എങ്ങനെ ഈ കുട്ടികളെ 4 ലക്ഷത്തോളം വരുന്ന കുട്ടികളെ ഇങ്ങനെ ചേർത്ത് നിർത്തി പരീക്ഷ എഴുതിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 3 മാസത്തെ ഒരു പ്ലാനിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഒരു സൂക്ഷ്മമായിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ പോലും പരിഹാരം കാണുന്ന നിലയിൽ ഒരു വർക്ക് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് SSLC പരീക്ഷ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ഒരു പരാതിയില്ലാതെ പിന്നെ പരിഹാരം കണ്ട് പരീക്ഷ എഴുതി റിസൾട്ടും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒന്നാമത്തെ ഒരു വെല്ലുവിളിയാണ്. നമുക്കത് പിന്നെ വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് പാഠപുസ്തകങ്ങൾ സംബന്ധിച്ചിടത്തോളം യഥാസമയം നൽകുക എന്ന് മാത്രമല്ല ഈ ഇതിന്നിപ്പോൾ നോളജ് ഓരോ മണിക്കൂർ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. വിജ്ഞാനം ഓരോ മണിക്കൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നത് 10 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടികൾ അപ്ഡേറ്റ് അല്ലാതെ ആയി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പാഠപുസ്തകം പിന്നെ പുതിയ പാഠപുസ്തകം നിർമ്മാണം ആരും അത്ര ധൈര്യപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ എങ്ങനെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി ചെയ്തു കഴിഞ്ഞാലും അതിൽ അക്ഷരത്തെറ്റുണ്ടാവാം, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവാം, ആശയങ്ങളുടെ വൈരുദ്ധ്യം ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇതിലൊന്നും കുറിച്ച് തല വെച്ച് കൊടുക്കുന്നേക്കാൾ പാഠപുസ്തകം പിന്നെ പുതിയ വേണ്ട. പക്ഷേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയും പാഠ്യവിഷയങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തി. പാഠപുസ്തകത്തിന്റെ പിന്നെ വിഷയങ്ങൾ കാലാകാലങ്ങൾ മാറ്റം വരുത്തണമല്ലോ, പരിഷ്കരിക്കേണ്ട വരുമല്ലോ. പുതിയ വിജ്ഞാനം അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അതിൽ ഈ പാഠപുസ്തകം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അഭിപ്രായം തേടി. ഒരു പാഠപുസ്തകം എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരിടത്തും കുട്ടികളുടെ അഭിപ്രായം തേടിയിട്ടില്ല. കുട്ടികളുടെ അഭിപ്രായം തേടി, ജനങ്ങളുടെ അഭിപ്രായം തേടി ഒരു പബ്ലിക് ഡോക്യുമെൻ്റാക്കി ഇതിനെ കരടിനെ പ്രസിദ്ധീകരിച്ചു. അവരുടെ അഭിപ്രായം തേടി, ടീച്ചർമാരുടെ അഭിപ്രായം തേടി, രക്ഷകർത്താക്കളുടെ അഭിപ്രായം തേടി. കാരണം രക്ഷകർത്താക്കൾ ഇതിൻ്റെ പങ്കാളികളാണ്. തേടി ഒരു 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകം ഓരോ പരാതിരഹിതമായി തന്നെ കുട്ടികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ആ പാഠപുസ്തകത്തിൻ്റെ SSLC പരീക്ഷയാണ്
ഇപ്പോൾ നടന്ന് നല്ല സ്റ്റാൻഡേർഡ് റിസൾട്ടോടുകൂടി പര്യവസാനിച്ചത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തത് കുട്ടികളുടെ നമ്മൾ ഈ ദേശീയ ഇൻഡെക്സിൽ നമ്മൾ 16ാമത് കിടക്കുകയാണ്. നിലവാര സൂചിക നമ്മൾ 16ാമത് കിടക്കുകയാണ്. ആ 16ാമത് കിടക്കുന്നത് നമ്മൾ അതിനു വേണ്ടി ഒരു ടെസ്റ്റ് നടത്താറുണ്ട്. ഒരു യോഗ്യതാ പരീക്ഷ പോലെ നടത്താറുണ്ട്. അതൊരു ദേശീയ നിലവാരത്തിലായിരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു വലിയ പ്രിപ്പറേഷൻ നടത്തേണ്ടതായിട്ട് വരും. വലിയ പ്രിപ്പറേഷൻ നടത്തേണ്ടതായിട്ട് വരും. അവർ ഏത് മേഖലയിലാണ് ഏത് ക്ലാസ്സിലാണ് ഇത് നടത്തുന്നതെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ 47 ലക്ഷം വിദ്യാർത്ഥികൾക്കും അതിൻ്റെ ക്ലാസ്സിൽ കൊടുക്കേണ്ടിട്ട് വരും. എന്ന് മാത്രമല്ല, അത് ക്വസ്റ്റ്യൻ ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാരമ്പര്യ ക്വസ്റ്റ്യൻ ടൈപ്പ് അല്ല, നമ്മുടെ അല്ലാതെയുള്ള ക്വസ്റ്റ്യൻ രീതികളൊക്കെയാണ്. അതിൽ നമ്മൾ 2ാം സ്ഥാനത്ത് വന്നു, പഞ്ചാബ് 1ാം സ്ഥാനത്ത്. ഇപ്പം നടന്ന ഒരു സ്റ്റാൻഡേർഡ് നിലവാര പരിശോധനയിൽ 1ാം സ്ഥാനത്തേക്ക് നമ്മൾ കേരളം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല അക്കാഡമിക് രംഗത്ത് 1ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ നേട്ടം. ഇത് ഇന്നലെ ഹിന്ദു പത്രങ്ങളിലും മറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളിലും മറ്റു പല മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി ഈ ഇത്രയും പ്രാധാന്യമുള്ള വാർത്തകളുള്ള സമയത്താണെങ്കിൽ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്തപ്പോൾ അധ്യാപക ട്രെയിനിങ്ങാണ്. അധ്യാപക ട്രെയിനിങ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അധ്യാപകരുടെ ട്രെയിനിങ് സാധാരണ ചെയ്യാറുള്ളത് ഒരു ദിവസമായിരുന്നു. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നേരം നടക്കും. കാരണം രാവിലെ 10 മണിയെന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പോൾ 11 മണിയാവും. 5 മണിക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ 3 മണിക്കൊക്കെ പോകും. അപ്പോൾ വന്ന് പോയി എന്നല്ലാതെ വേറൊന്നും നടക്കാറില്ല. ഞാനത് ഒരാഴ്ച കാലത്തേക്ക് നീട്ടി. കുറേ പ്രതിഷേധം ഉണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ ആവശ്യമുള്ളവർ വന്ന് പഠിച്ചാൽ മതി. പക്ഷെ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തവരൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത നിർബന്ധമാക്കി. എന്ന് മാത്രമല്ല, ഒരു ഘട്ടം കൂടെ കഴിഞ്ഞപ്പോൾ അത് റെസിഡൻഷ്യൽ ട്രെയിനിങ് ആക്കി മാറ്റി. കാര്യം വെച്ചാൽ ഒരു വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ ആയിരിക്കില്ല അവിടെ താമസിച്ച് അവിടെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്നത്. വീട്ടിൽ പോകുമ്പോൾ വീട്ടിൻ്റെ അന്തരീക്ഷമായി, വേറെ കുട്ടികളും പിന്നെ കുടുംബവും അവരും ആ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്ത്. ഇവിടെ പിന്നെ ടീച്ചർമാർ തന്നെ സമ്മതിച്ചു ഇതാണ് നല്ലത്, ഞങ്ങൾക്കും കുട്ടികൾ ഇത് പഠിക്കാനും ഞങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനും പിന്നെ ടീച്ചിങ് നോട്ട് തയ്യാറാക്കാനും ഒക്കെ ഉള്ള രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ പഠിക്കുന്നത് ഇതായിരിക്കും വന്നു. അപ്പോൾ അതിൽ നമ്മുടെ അധ്യാപകർക്ക് നല്ല പിന്നെ അക്കാഡമിക് മുൻകൈ വരുന്ന സാഹചര്യം ഉണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീക്കായിട്ടുള്ള സബ്ജക്ട്സ് ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, ചിലർക്ക് മാത്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഹലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ആ കുട്ടികളെ പഠിപ്പിച്ചു. മാത്തമാറ്റിക്സ് ഇതുപോലെ ഒരു പ്രയാസമുള്ള വിഷയമാണ്. ഹിന്ദി ഇതുപോലെ പ്രയാസമുള്ള ഒരു വിഷയമാണ്, ലാംഗ്വേജാണ്. അപ്പോൾ അത്തരം ലാംഗ്വേജുകൾക്ക് ഒരു അഡീഷണൽ ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുന്ന നിലയിലുള്ള സമ്പ്രദായം കൊണ്ടുവന്നു. അതിലൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ അധ്യാപകർ നന്നായി തന്നെ സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇവിടെ ഓൾ പ്രൊമോഷൻ ആയിരുന്നല്ലോ. ഓൾ പ്രൊമോഷൻ ഞാൻ എതിരൊന്നുമില്ല. 10ാം ക്ലാസ് ഫുൾ 1 മുതൽ 9 വരെ ഓൾ പ്രൊമോഷൻ ആയിരുന്നു. 10ാം ക്ലാസ്സിൽ ഏതാണ് ഓൾ പ്രൊമോഷൻ തന്നെയാണ്. കാരണം ഈ പരീക്ഷയുടെ എല്ലാ കുട്ടികൾക്കും പിന്നെ 20 മാർക്ക് 80-ൽ 20 മാർക്ക് അധ്യാപകന് കൊടുക്കാൻ പറ്റും. പിന്നെ ചെറിയ ഒരു 10 മാർക്കിൻ്റെ ഉത്തരം എഴുതിയാൽ മാത്രം മതി. 40 മാർക്കിലാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ 10 മാർക്ക് അധ്യാപകൻ കൊടുക്കും. ചെറിയൊരു 5 മാർക്കിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ഒരു കാര്യം തീരുമാനം എടുത്തത്, ഒന്ന് ഈ വ്യക്തിഗതമായിട്ട് ഓരോ അധ്യാപകരും ദാനം ചെയ്യുന്ന മാർക്ക് എന്നല്ലേ പറയാ കൊടുക്കുന്ന മാർക്ക്, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. സാറുമാരിത് മാനദണ്ഡമൊന്നുമില്ല, സാറിൻ്റെ മാനദണ്ഡം തന്നെ. അത് ആ മാർക്ക് ഓരോ കുട്ടിക്കും കൊടുക്കുന്നത് പബ്ലിഷ് ചെയ്യണം. കുട്ടിയുടെ ഓരോ കഴിവിനനുസരിച്ചാണല്ലോ 20 മാർക്ക് പിന്നെ കൊടുക്കുന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അധ്യാപകർ കുറച്ച്
ഗൗരവമായി വരുന്ന സാഹചര്യം. കുട്ടികൾക്ക് ഒരു പരാതി ഉണ്ടാവില്ല. പരാതി കാരണം ഏത് കുട്ടിക്കാണ് എത്ര മാർക്ക് കൊടുത്തു, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, പരാതി രഹിതമായി പരസ്യമായിട്ട് പരസ്യപ്പെടുത്തുക. മറ്റൊരു കാര്യം, അതിൽ തന്നെ പിന്നെ ഈ ഓൾ പ്രൊമോഷനിൽ എല്ലാവരും ജയിപ്പിച്ചുകൂടെയാണല്ലോ. അതിൽ ഓരോ സബ്ജക്റ്റ് മിനിമം മാർക്ക് വേണമെന്ന് പറഞ്ഞു. മറ്റത് സ്കൂളിൽ 1-ാം ക്ലാസ് കൊണ്ട് കുട്ടിയെ ചേർത്ത് പിന്നെ 10-ാം ക്ലാസ്സിൽ ആണ് രക്ഷകർത്താക്കളും അധ്യാപകരും ഇവനെ പറ്റി ചിന്തിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഉപരിപഠനത്തിന് പോകുമ്പോൾ കേരള എന്ന് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് സർട്ടിഫിക്കറ്റ് മാറ്റി വയ്ക്കുകയാണ്. കാരണം ഇത് ഓൾ പ്രൊമോഷൻ ഒരു ബാഡ് മോളായിട്ട്, ഒരു ബ്ലാക്ക് മോളായിട്ട്, അതെ, ഒരു കറുത്ത പൊട്ടായി നമുക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കുട്ടിയും മനഃപൂർവ്വം അപ്പോൾ ഒരഭിപ്രായം വന്നതെന്ന് വെച്ചാൽ ഇത് പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഗതി വരാൻ പോകുന്നത്. അത് ബുദ്ധിമുട്ടുണ്ടാവുന്നതെല്ലാം SC ST മത്സ്യമേഖലയിലൊക്കെയാണ്. ഞാൻ പറഞ്ഞ ഒരാളെ പോലും പരാജയപ്പെടുത്തുന്ന പ്രശ്നമില്ല, ഒരു കുട്ടിയെ പോലും പരാജയപ്പെടുത്തുന്ന പ്രശ്നമില്ല. പരീക്ഷ എഴുതുന്നു, സബ്ജക്റ്റ് മിനിമം കിട്ടിയില്ലെങ്കിൽ കിട്ടാത്ത കുട്ടിക്ക് 2 ആഴ്ചക്കാലം നിൽക്കുന്ന ഒരു ഓറിയന്റൽ കോഴ്സ് വീണ്ടും സ്കൂളിൽ അധ്യാപകർ തന്നെ കൊടുക്കുന്നു, ഒരു ടെസ്റ്റും കൊണ്ട് നടത്തുന്നു, അവരെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നു. അപ്പം അത് വന്നതോടുകൂടി അധ്യാപകർ വളരെ സീരിയസ് ആയി, കുട്ടി വളരെ സീരിയസ് ആയി, രക്ഷിതാക്കൾ വളരെ സീരിയസ് ആയി, വലിയൊരു സക്സസ്സായി മാറി. സക്സസിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ദേശീയ ടെസ്റ്റിൽ നമ്മൾ മുൻപന്തിയിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് എനിക്ക് ഒരു പ്രധാനപ്പെട്ട ചലഞ്ചായിരുന്നു റിസൾട്ട് കൃത്യസമയത്ത് പ്രസിദ്ധീകരിക്കുക. അത് കഴിഞ്ഞ 5 വർഷവും കൃത്യസമയത്ത് SSLC ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. അതായത് നമ്മൾ ചെയ്തു വെച്ചിട്ട് പോയ കാര്യം അവർ പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. SSLC റിസൾട്ട് കൃത്യസമയത്ത് പ്രസിദ്ധീകരിച്ചു. അത് മാത്രമല്ല ചോദ്യപേപ്പർ ചോർന്നെന്നോ അതങ്ങനെയുള്ള ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ധാരാളം പരാതി ഉണ്ടാവുന്ന സാഹചര്യം. നീറ്റിന് ചോരാനേ സമയമുള്ളൂ. സെൻട്രൽ ഗവൺമെന്റിന് പരാതി പ്രളയമാണ്, പിടിച്ചു, ആളുകളെ പിടിച്ചെങ്കിലും കുട്ടികളുടെ ഒരു വർഷവും അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരു വശത്തിരിക്കും. മറ്റൊന്ന് കുട്ടികളുടെ അഡ്മിഷനാണ്. ഉപരിപഠനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തുടക്കത്തിൽ വരുമ്പോൾ 60,000 കുട്ടികൾ വരെ A+ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിൻ്റെ പ്രശ്നം അതാണല്ലോ ശരികരിച്ച് ഇപ്പം പകുതിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും പരാതിയില്ല, രക്ഷകർത്താർക്കും പരാതിയില്ല. മറ്റേ A+ കിട്ടി, എനിക്ക് എൻ്റെ മോന് കിട്ടിയില്ല, എൻ്റെ മോക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ A+ കുറച്ച് ഗൗരവമായതിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിവിശേഷം വരുന്നു. അപ്പോൾ A+ ഇപ്പോൾ കിട്ടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അറിയാം, അവർക്ക് യോഗ്യത ഉള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത്, അല്ലാത്ത ആർക്കും തന്നെ കിട്ടിയിട്ടില്ലെന്നറിയാം. അപ്പോൾ പിന്നെ സീറ്റ് ഒരു കുട്ടിക്ക് പോലും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സീറ്റ് കിട്ടിയില്ല, അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പഠനം മുടക്കേണ്ടി വന്നിട്ടില്ല. അത് ഗവൺമെന്റ് ഇടപെടുകയും ആ കാര്യങ്ങൾ ചെയ്യുന്ന. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മലപ്പുറം ജില്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ സീറ്റ് കുറച്ച് കുറവെന്നുള്ളൊരു പരാതി ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം, ഈ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് പല ജില്ലകളിലും. ആ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ നമ്മൾ അവിടുന്ന് മാറ്റി സീറ്റ് ആവശ്യമുള്ള ജില്ലകളിലത്തേക്ക് ആ സീറ്റുകൾ മാറ്റിയുണ്ടായിട്ടുണ്ട്, സബ്ജക്റ്റ് മാറ്റിയുണ്ടായിട്ടുണ്ട്. അപ്പം അതിനൊരു പ്രപ്പോസലൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് പുതിയ മന്ത്രി അത് ചെയ്യുമെന്നാണ് പ്രവർത്തനങ്ങളിലേക്ക് പ്രതീക്ഷിക്കുന്നത്. അതെ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, സ്കൂളിൻ്റെ ഒരു അച്ചടക്കത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നമ്മുടെ അച്ചടക്കം എന്നിപ്പോൾ ലംഘിക്കപ്പെടുകയാണ്. പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. അതെല്ലാം ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും മറ്റൊക്കെ ബന്ധപ്പെട്ടുള്ള പല അപ്പോൾ അതൊരു വലിയ ഡിമാൻഡായിട്ട് തന്നെ എടുത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നോൺ അക്കാഡമിക് ഇഷ്യൂവിൽ നടത്തിയിട്ടുള്ള ഇടപെടലാണ്.
നോൺ അക്കാഡമിക് ഇഷ്യൂവിൽ നടത്തിയിട്ടുണ്ട് എവിടെയെന്ന് വെച്ചാൽ ഒന്നത് സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിലാക്കി ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഒളിമ്പിക്സ് മോഡലിൽ ആക്കി ഇന്ത്യയിൽ ആദ്യമായിട്ട്. 2 ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ കേരള സിലബസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിച്ചു. രണ്ടാമത് പിന്നെ കായിക രംഗത്തും ഒരു ഗോൾഡ് മെഡൽ 117 മറ്റു പവൻ ഉള്ള ഗോൾഡ് മെഡൽ ഏർപ്പെടുത്തി പ്രഖ്യാപിച്ചു. ഇപ്പോൾ കലാരംഗത്തും കായിക രംഗത്തും സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇത്രയും കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു വേളയാണെങ്കിൽ പോലും ഒരു എതിർ ശബ്ദം പോലും ഇല്ലാതെ വിജയകരമായി ഈ 5 വർഷക്കാലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അധ്യാപകരിലേക്ക് വരാം. അധ്യാപകർക്ക് കേറ്റിട്ട് പോലുള്ള എക്സാം എഴുതിയപ്പോൾ ചില എതിർപ്പുകളുണ്ടായി. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ജനഹിതം തേടിപ്പോയപ്പോൾ കേറ്റിട്ട് നിർബന്ധമാക്കുമ്പോൾ അതിൽ കുറേ സീനിയോറിറ്റി ഉള്ള അധ്യാപകരുണ്ട്, സീനിയേഴ്സ് ആയവർ. അവർക്ക് ഇനി പഠിച്ചെഴുതാൻ പറ്റുമോ? അങ്ങനെ ആ പ്രശ്നം എങ്ങനെ? ആ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ളൊരു പ്രപ്പോസൽ ഗവൺമെന്റ് കയ്യിലുണ്ട്. അത് പുതിയ മന്ത്രി ഗവൺമെന്റ് അത് കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് മനസ്സിലുണ്ട്, പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ട കാര്യമാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. അനധ്യാപകർക്കോ, അംഗൻവാടി ടീച്ചറും ഒപ്പം തന്നെ അനധ്യാപകർ, നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളുടെ ഭക്ഷണം തയ്യാറാക്കുന്നവരുൾപ്പെടെ അവരെല്ലാരും കൂടി ചേർന്നതായിരിക്കില്ലേ? തീർച്ചയായിട്ടും. കുട്ടികളോ സ്കൂളോ പ്രധാന അധ്യാപകരോ അല്ല, പാചക തൊഴിലാളികളടക്കം നല്ല ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അവരുടെ മനസ്സ് നിറയുമ്പോഴാണ് സ്കൂളിന്റെ മനസ്സ് നിറയുക. എങ്ങനെയാണത്? പാചക തൊഴിലാളി ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അവിടുത്തെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ പാചക തൊഴിലാളികളുടെ ശമ്പളം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്കീമാണ് എങ്കിൽ പോലും അത് പിന്നെ കേരള ഗവൺമെൻറ് കുറേ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇനിയും വർദ്ധിപ്പിക്കാനുണ്ട്. അതെല്ലാം പരിഗണനയിലാണ്. എന്ന് മാത്രമല്ല 10-15 വർഷക്കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു മെനു പരിഷ്കരിച്ച് കുട്ടികൾക്ക് ഇഷ്ടമുള്ള മെനു ഓരോ ദിവസവും പിന്നെ പ്രഖ്യാപിച്ചു. ബിരിയാണി അടക്കമുള്ള പിന്നെ നല്ല വിറ്റാമിനുള്ള ഇലകൾ ഉൾപ്പെടുന്ന ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി. അത് ഒരു വലിയ മാറ്റമാണ്. കുട്ടികളുടെ ആരോഗ്യരംഗത്തും കുട്ടികൾക്ക് സ്കൂളിൽ വരാനുള്ള താല്പര്യവും എല്ലാ കാര്യങ്ങളിലും രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വം കുറയുന്നു. കാരണം നല്ല ഫുഡ് കിട്ടുന്നു. അത് വലിയൊരു അതൊരു വലിയൊരു മാറ്റമാണ്. എന്ന് മാത്രമല്ല ഗവൺമെന്റ് കൊടുക്കാതെ തന്നെ പല സ്ഥലങ്ങളിലും പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയൊക്കെ നേതൃത്വത്തിൽ, സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു. വൈകുന്നേരം ഈവനിങ്ങുള്ള പിന്നെ ചായയും ചെറിയ പിന്നെ ആഹാരം സ്നാക്സും ഒക്കെ കൊടുക്കുന്നു. അതിലൊക്കെ തന്നെ നമ്മൾ നന്നായി തന്നെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറേ പൊതുപ്രശ്നങ്ങൾ ഞങ്ങൾ ഇടപെട്ടു എന്നുള്ളതാണ്. ഒന്ന്, ഈ കുട്ടികളുടെ പിന്നെ ക്യാമ്പസിനകത്ത് ക്ലാസ് ടൈം ആയിരുന്നാലും ക്ലാസ് ടൈം അല്ലാത്ത സമയത്തായിരുന്നാലും അവിടെ നിയോഗിക്കപ്പെട്ടവരല്ലാതെ സ്കൂളിൽ കയറാൻ പാടില്ല എന്നുള്ള കർശന നിയമം കൊണ്ടുപോകും. പല കാര്യങ്ങൾ ഈ മയക്കുമരുന്ന് അടക്കമുള്ള പലയിടത്തും ഗേറ്റും വാതിലും ഒന്നും ഇല്ലാത്ത സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് അവരുടെ താമസവും മറ്റു കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പിന്നെ കുട്ടികളുടെ പിന്നെ ഈ കളർ കോഡ് ഈ ഉത്സവ ദിവസങ്ങളിൽ, സ്കൂളിൽ നടക്കുന്ന ഉത്സവ ദിവസങ്ങളിൽ അവർ യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് നമ്മൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ സന്തോഷമാണത് മനസ്സിന്. കുട്ടികളുടെ ബർത്ത്ഡേ കുട്ടികൾക്ക് ഒക്കെ ഇപ്പോൾ ഈ 90 വയസ്സായ ആൾക്കാരും ബർത്ത്ഡേ ആചരിക്കുകയുള്ളൂ. പിന്നെയാണല്ലോ നമ്മൾ കുട്ടികൾക്ക് ആചരിക്കാൻ അവസരം കൊടുക്കാതിരിക്കാൻ. ബർത്ത്ഡേ ബോയ്സിനും ഗേൾസിനും അന്ന് യൂണിഫോം വേണ്ട എന്നുള്ള കാര്യം നല്ലൊരു സമ്പ്രദായം കൊണ്ടുവന്നു. മറ്റൊരു കാര്യം ഞാൻ കൊണ്ടുവന്നത് ഈ പിന്നെ ടൂറ് പോകുന്നെങ്കിൽ സ്റ്റഡി ടൂർ പോകുന്നെങ്കിൽ ഒന്ന് പകലേ പോകാൻ വേണ്ടി പറ്റുള്ളൂ, രാത്രി വണ്ടി ഓടിക്കാൻ പറ്റില്ല. പകലെ പോകുന്നെങ്കിൽ അത് പിന്നെ ഒരു ക്ലാസ് എന്നാണ് പോകണമെങ്കിൽ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ കൊണ്ടുപോകണം. ഏതെങ്കിലും 10 പേര് മാറി നിന്ന് മറ്റു കുട്ടികൾ പോകുമ്പം അവന് പൈസ ഇല്ലാത്തതുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിഷമിക്കുന്നത്, അവൻ്റെ ആ വിഷമം ഒരിക്കലും നമുക്ക് സാമ്പത്തികമായി പിന്നോക്കമുള്ള കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സിൽ അവന് യാത്ര ചെയ്യാൻ പറ്റുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മുഴുവൻ കുട്ടികളെയും കൊണ്ടുപോകണം എന്നുള്ള ഉത്തരവിറക്കി. സ്കൂളിൽ നിന്ന് അങ്ങനെ സെലക്ട് ചെയ്ത് പോകണമെങ്കിലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള നിലയിൽ ഉത്തരവിറക്കി. അധ്യാപകർ ചിലയിടങ്ങളെങ്കിലും അധ്യാപകർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ
കുട്ടികൾ കൊണ്ട് പിന്നെ അധ്യാപകരുടെ ബർത്ത്ഡേക്ക് ഉള്ള സമ്മാനം കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പം അത് പ്രശ്നം വെച്ചാൽ എനിക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും, നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കാത്ത നിങ്ങൾക്ക് വലിയ വിഷമമാവും, ഒരു ഇംബാലൻസ് ഒരു പാർഷ്യലാണ് ആണെന്നത് തോന്നും. അത് അധ്യാപകർ ആരും തന്നെ അങ്ങനെ